ആഫ്റ്റർ എ ലോങ് ടൈം എന്ന് പറയുമ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് കേട്ടോ. ഒരുപാട് നാളെന്ന് പറയുമ്പം ഞങ്ങൾ വളരെ ചെറുതായിരുന്ന സമയത്ത് ഞങ്ങൾ പോയ ഒരു വീട്ടിലേക്കാണ് നമ്മൾ ഇത്രയും വലുതായി മുതുക്കികളായ ശേഷം വീണ്ടും പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ് നമ്മുടെ മുഖത്ത് കാണുന്നത്. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നമ്മൾ ബേക്കറിയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുറേ സാധനങ്ങൾ നമ്മൾ ഹോട്ടലിരുന്നും കഴിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വിടുകയാണ് നമ്മുടെ ആൻറ്റിയുടെ വീട്ടിലേക്ക്. അപ്പം ഇത്രയും നാളുകൾക്ക് ശേഷം പോകുന്നതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഫേസിലുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അവിടെ ചെന്നപ്പോൾ നമുക്ക് കാണാൻ മാത്രം ഉണ്ടായിരുന്നു ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോയൊരു വൈബ് സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും മനോഹരമായ സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ആൻറ്റി പണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കൈതച്ചക്ക പോലത്തൊരു സംഭവമൊക്കെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സുലൈമ എടുത്തോട്ട് തരുവാണ്. അപ്പോൾ അതൊക്കെ കണ്ട് സന്തോഷിച്ച് നിന്നിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ പറഞ്ഞ കാട്ടിലേക്ക് വിട്ട് കേട്ടോ. കാടെന്ന് പറയാൻ പറ്റത്തില്ല, അതിനേക്കാളും മനോഹരം എന്ന് പറയണമെങ്കിൽ അതിന് വേണ്ടി എന്തെങ്കിലും ഒരു വാക്ക് കണ്ടുപിടിക്കുക തന്നെ വേണം. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. കാരണം ഞാൻ ഇത്രയും മനോഹരമായ സ്ഥലത്തേക്ക് പോകുന്നത് കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ. അതിന് മാത്രം ഭംഗിയായിരുന്നു അവിടെ കാണാൻ. തൊട്ടാൽവാടി തൊട്ടാവാടുവേ. അപ്പോൾ അതെ ഇത് കണ്ട തൊട്ടാൽവാടിയുടെ ഒരു സ്ട്രക്ചറൊക്കെ ഉള്ളൊരു ചെടിയാണ്. പക്ഷേ ഇത് തൊട്ടാൽ വാടുന്നില്ല. ഇതെന്താ പൊക്കത്തൊക്കെ തൊട്ടാവാടി ഇത്രയും പൊക്കമൊന്നും വെക്കത്തില്ലല്ലോ. തറയില് പടർന്നു പിടിക്കത്തുള്ളൂ. ഇത് പക്ഷേ നല്ല രസമാണ്. അവിടെ ഒന്നും പോവില്ല. ഇത് മറ്റേ സാധനല്ലേ എന്നാണ് കറ്റാറ്. ഇത് മറ്റേ ഈ പൂ പിടിക്കുന്നത് ദേ ഇവിടെ ഞാൻ കണ്ടു. ഇവിടെ ഉണ്ടോ അതിന്റെ ഇത് കണ്ടോ? ഈ പൂ പിടിക്കുന്നത് ഏതാണ്ടാ? ഇത് കണ്ടോ? പൂച്ചപ്പൂവ്. ജമന്തി എവിടാ? ആണോ? ഇത് ജമന്തി അപ്പുറം നിക്കണം. അത് 98 വയസ്സുണ്ടെന്ന്. അപ്പം നമ്മളവിടെ ചെന്നപ്പോൾ എന്താ അപ്പൂപ്പ എന്താ വടിയും കൊണ്ടൊക്കെ പോകുന്നുണ്ടോ. 98 വയസ്സുള്ള ആളാണ് എന്താ എന്നേക്കാൾ സ്പീഡിൽ ഈ പോകുന്നത്. ഈ പോകുന്നത് ശ്രീജയാണ് കേട്ടോ. കാരണം അപ്പാപ്പൻ്റെ കൂടെ വെച്ച് പിടിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ശ്രീജയും അപ്പൂപ്പനും കൂടെയാണ് കാട് കാണാൻ ഇറങ്ങിയത്. അപ്പം ഞാനും സുലൈമയും വീട്ടിൽ തന്നെ ഇരുന്നു. ആ സമയത്ത് ശ്രീജയും അപ്പൂപ്പനും കൂടെ കാവും കാടും ഒക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോക്കാണിത്. അങ്ങനെ ശ്രീജ നമ്മുടെ ക്യാമറയും തൂക്കി അതിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ ഒന്ന് ഒപ്പിയെടുക്കാൻ വേണ്ടി അപ്പൂപ്പൻ്റെ കൂടെ വെച്ച് പിടിക്കുന്ന പോക്കാണ് ഈ കാണുന്നത്. അങ്ങനെ അവർ കുറേ നടന്നെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയില്ല. എനിക്ക് ഇത്രയും ദൂരമൊന്നും നടക്കാനൊക്കെ ഒരു ഇതില്ലായിരുന്നു കേട്ടോ. അത് ആ പാലയാണ് ആ കാണുന്നത്, നല്ല വലിയ പാല. അപ്പം നമ്മളിതേ കാവാണത്. ഇത് അപ്പം പുതിയതായിട്ട് ഉണ്ടാക്കിയ കാവാണത്. അപ്പൂപ്പനൊക്കെ തന്നെ നിർമ്മിച്ചതാണ്. അപ്പം അത്രയും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന കുറച്ച് ആൾക്കാർ. ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പം നല്ല മനോഹരമായൊരു സ്ഥലമായിരുന്നു. ഞാൻ സത്യത്തിൽ ഈ സ്ഥലം മിസ് ചെയ്തു കേട്ടോ. എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിലായിരുന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇതൊക്കെ കാഴ്ചകളൊക്കെ കാണുന്നത്. ഞാൻ വല്ലാതെ മിസ് ചെയ്തല്ലോ എന്നോർത്ത് ഞാൻ ചെറുതായിട്ട് സങ്കടപ്പെട്ടു. ഇനി എന്തായാലും പോകുമ്പോഴേക്കും അങ്ങോട്ടേക്ക് പോകണമെന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു കേട്ടോ. അത്രയും മനോഹരമായ സ്ഥലമാണ്. ഈ ഒരു വീഡിയോയുടെ ഈ ക്ലാരിറ്റി കുറവിനകത്തും ആ ഒരു ഭംഗിയൊന്നും നോക്കിയതേ വന്നാ കൊച്ചു വീണ്ടും ക്യാമറയിൽ വന്ന് കുടുങ്ങി വീഡിയോ കുളവാക്കാനായിട്ട്. ആ സ്ഥലം ഒന്ന് കാണിക്കടോ കൊച്ചേ എന്ന് ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞു പോയേ. അത്രയും മനോഹരമായിരുന്നു ആ സ്ഥലങ്ങളൊക്കെ കാണാൻ. വലുതായി വനം വകുപ്പിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? വനം വകുപ്പിൽ സർവീസ് തീരുന്നവരെ ഉണ്ടായിരുന്നു. 56ാമത്തെ കയറിയാൽ ഇപ്പൊ 98 വയസ്സ്. 98 ഈ ജൂലൈ 16-ാം തീയതി 98. പിന്നെ നമ്മുടെ ഈ അപ്പൂപ്പൻ ചില്ലറക്കാരനല്ല കേട്ടോ. അപ്പൂപ്പൻ വനം വകുപ്പിൽ ഒത്തിരി നാൾ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതിൻ്റെ ഒരു ഇത് ഇവിടെ കാണാനും മാത്രമുണ്ട്. അത്രയും ആ മനോഹരമായ ഒരു ഫോറസ്റ്റ് ഏരിയ അവിടെ നിലനിർത്തണമെങ്കിൽ അതിനോട് എന്തെങ്കിലും ഒരു താല്പര്യമുള്ള ആളുകളായിരിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് അപ്പൂപ്പൻ്റെ ഒരു ക്രെഡിറ്റ് തന്നെയാണ് ഈ ഒരു പരിസരമൊക്കെ. അത്രയും തീർത്തും കാടും പരിസരവുമല്ല, അത്രയും മനോഹരമായ ചെടികളും ഔഷധ സസ്യങ്ങളും ഒത്തിരി സംഭവങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും വന്നത് വെറുതെ ആയില്ല, മനസ്സിലായല്ലോ. നല്ല ഹാപ്പി ആയിട്ട് നമ്മളെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ നാളുകൾക്ക് ശേഷമുള്ളൊരു യാത്ര. എല്ലാവർക്കും ബൈ.